മോനേട്ടാ ചായ. അതെ, ഇന്ന് വൈകിട്ട് ഞാൻ വരാൻ കുറച്ച് വൈകുവേ. അതുകൊണ്ട് ഇന്നൊരു ദിവസത്തേക്ക് വൈകുന്നേരത്തെ ചായ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടന്ന് കുടിക്കേണ്ടി വരും. നീ എവിടെ പോകുന്നു? വിശ്വനാഥ വധക്കേസിന്റെ വിചാരണ നാളെ തുടങ്ങുകയല്ലേ. ഒരുപാട് ജോലികൾ തീർക്കാനുണ്ട്. എന്നെയും അഡ്വക്കേറ്റ് സതീഷിനെയും സദാനന്ദ സാർ കേസ് ഏൽപ്പിച്ചിരിക്കുന്നത്. വൈകിട്ട് ഒരു 2 മണിക്കൂർ മെനക്കെട്ടല്ലേ എന്റെ ജോലിയൊക്കെ തീരുള്ളൂ. അതിനാ വൈകിട്ട് മെനക്കെടുന്ന്? രാവിലെ നീ വക്കീൽ ഓഫീസിലേക്കല്ലേ പോകുന്നത്? ചെയ്യാനുള്ള ജോലികൾ രാവിലെ തന്നെ ചെയ്ത് തീർത്താൽ വൈകിട്ട് താമസിപ്പിക്കണ്ടല്ലോ. അതെങ്ങനെ ശരിയാവും മോനേട്ടാ? രാവിലെ 11 മണിക്ക് എനിക്ക് മജിസ്ട്രേറ്റ് കോടതി കേസുണ്ട്. അതെപ്പോഴാ വിളിക്കാന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഉച്ച കഴിഞ്ഞാണെങ്കിൽ മുനിസിപ്പൽ കോടതി പോണം. എല്ലാം കഴിഞ്ഞ് വക്കീൽ ഓഫീസ് തിരിച്ചു വരുമ്പോഴേക്ക് ഏകദേശം 4 മണിയാവും. നാട്ടുകാർക്കെല്ലാം കെ മോഹനേഷ് സാർ എന്ന് പറഞ്ഞാൽ വലിയ ബഹുമാനം. പക്ഷെ എന്റെ ഭാര്യയായ നിനക്ക് എന്റെ വില തീരെ മനസ്സിലായിട്ടില്ല. കൂടെ കിടക്കുന്നവർക്കേ രാപ്പനി അറിയൂ എന്നൊരു ചൊല്ലില്ലേ മോഹനേട്ടാ? ഇതിപ്പോ സംഭവം അതാ. നാട്ടുകാർ നോക്കുമ്പോ എന്റെ മോഹനേട്ടൻ എന്താ കുറവ്? അലക്കി തേച്ച ഷർട്ടും മുണ്ടും, കണ്ടാലോ സുന്ദരൻ, നല്ല ജോലി, അത്യാവശ്യം ലോകപുരമൊക്കെ ഉണ്ട്. പക്ഷെ ശരിക്കുള്ള സ്വഭാവം എന്താന്ന് എനിക്കല്ലേ അറിയൂ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ചാടിക്കടിക്കുക, ദേഷ്യപ്പെടുക, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറഞ്ഞ് വാശി പിടിക്കുക. അങ്ങനെ ഒരാൾക്കും ഒരു തരത്തിൽ സഹിക്കാൻ വയ്യാത്തൊരു സ്വഭാവമാണ്. അതൊക്കെ സതീഷ് സാറിനെ കണ്ട് പഠിക്കണം. വലിയ വക്കീലാണെന്നോ കൈനിറയെ കേസുണ്ടെന്നുള്ള ഒരു വിചാരവും ഇല്ല. എല്ലാരോടും എന്ത് സ്നേഹത്തിൽ ഇടപെടുന്നറിയാമോ? നമ്മൾ എന്ത് പറഞ്ഞാലും ക്ഷമയോടെ സാറ് കേൾക്കും, നമ്മളെ അഭിനന്ദിക്കും, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നമ്മളെ പറ്റി നല്ലത് പറയും. ആണുങ്ങളായ അങ്ങനെയാണ് വേണ്ടത്. അതൊക്കെ മറ്റുള്ളവരെ സോപ്പിടാൻ വേണ്ടി ഓരോരുത്തന്മാർ കാണിക്കുന്ന അടവാ. അതിനൊന്നും മോഹനേഷ് സാറിനെ കിട്ടില്ല. ഇല്ല, അത് തന്നെയാണ് മോഹനേട്ടന്റെ കുഴപ്പം. ഭാമ ഭയങ്കര സുന്ദരിയാണ് എന്ന് അയാൾ ഭാമയോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ അയാൾക്കെന്താ? എന്റെ ഭാര്യ സുന്ദരിയാണോ അല്ലേ എന്ന് ഞാനല്ലേ നോക്കേണ്ടത്? സാറേ, ഇതൊക്കെ വലിയ പ്രശ്നമാണോ? ഇത് വെറുതെ തമാശക്ക് സതീശൻ വക്കീൽ പറഞ്ഞതായിരിക്കും. ഇങ്ങനെയാണോ തമാശ പറയുന്നത്? എന്റെ ഓഫീസിൽ 2 സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ടല്ലോ. അവരോട് ഞാൻ ഇങ്ങനെ തമാശ പറയാറില്ല. വില്ലേജ് ഓഫീസിൽ ഓരോ ആവശ്യങ്ങൾക്കായി ഓരോ ദിവസവും എത്രയോ സ്ത്രീകൾ വരുന്നുണ്ട്. അവരോട് ആരോടെങ്കിലും ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? ഞാനത് പറഞ്ഞപ്പോ ഭാമ പറയുകയാണ്, ഒരു പെണ്ണിനെ കാണുമ്പോൾ സുന്ദരിയാണ് എന്ന് തോന്നിയാൽ അത് പറയണമെന്ന്. അത് മര്യാദയാണോ തുമ? എന്റെ സാറേ, ഇപ്പൊ എന്താണ് പ്രശ്നം? വക്കീല് സതീശൻ വക്കീലിനെ പറ്റി പുകഴ്ത്തി പറയുന്നത് സാറിന് ഇഷ്ടമല്ല. ആ പുകഴ്ത്തൽ നിർത്തിക്കണം. ഞാൻ സത്യത്തിൽ മീനാക്ഷി അങ്ങോട്ട് വിളിക്കേണ്ടിരിക്കായിരുന്നു. മീനാക്ഷിയുടെ ഫോൺ നമ്പർ ആഫീസിലായി പോയതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വിളിക്കാതിരുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് മീനാക്ഷി വിശേഷങ്ങൾ? സുഖത്തിന്റെ അല്ലേ? ഇന്നലെ മീനാക്ഷി ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ ഞാൻ ശിശുപാലിനോട് മീനാക്ഷിയുടെ കടലാസുകൾ ശരിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്റെ ഉത്തരവാദിത്തമല്ലേ? മീനാക്ഷിയെ പോലെ ബുദ്ധിയും സൗന്ദര്യമുള്ള സ്ത്രീകളോട് എനിക്ക് വലിയ ബഹുമാനമാണല്ലോ. അതെ അതെ അതെ, സത്യത്തിൽ മീനാക്ഷിയോട് സംസാരിക്കാൻ ഭയങ്കര രസമാണ്. എത്ര സംസാരിച്ചുകൊണ്ടിരുന്നാലും സമയം പോകുന്ന അറിയാനേ പറ്റില്ല. ഞാന് ഇടയ്ക്കിടയ്ക്ക് മീനാക്ഷി ഫോൺ ചെയ്യാനുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അതെ അതെ, സമയം കിട്ടുമ്പോഴൊക്കെ മീനാക്ഷി ഓഫീസിലേക്ക് വരൂ. നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാമല്ലോ. പിന്നെ ഒരു സത്യം പറഞ്ഞല്ലോ, മീനാക്ഷി ആളൊരു സുന്ദരിയാ. സാറേ, ഞാൻ 1-2 പ്രാവശ്യം വിളിച്ചപ്പോ സാറിന്റെ ഫോൺ ബിസി ആയിരുന്നു. അപ്പൊ ആദ്യം വിളിച്ചില്ലേ? ആര്? സാറിന് എന്തോ പറ്റിയേ? ഞാൻ വിളിച്ചില്ല. ഞാനിപ്പോ ആദ്യമായിട്ടാണ് അങ്ങോട്ട് വിളിക്കുന്നേ. അല്ല, അപ്പൊ പിന്നെ ഞാൻ ആരോടാ? ഞാൻ പിന്നെ വിളിക്കാം. അതവളായിരുന്നു മീനാക്ഷി. മീനാക്ഷിയോ? അല്ല, അത് ഉത്തരനായിരുന്നു.